ഒരാളുടെ അമല് അള്ളാഹിൻ്റെ കോടതിയിലെത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുക, അവൻ്റെ ബിസ്മി എത്ര ഉണ്ട് എന്ന് ചോദിക്കുക. സുബ്ഹാനല്ലാഹ്, ഞാൻ കാണിച്ചു തരാം. എവിടെയോ ഞാൻ ഈ തവൽ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഈ അടുത്ത ദിവസം. മനസ്സിലായില്ലേ? അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എത്ര ഉണ്ടെന്ന് പരിശോധിച്ചാൽ അവൻ്റെ കാര്യം ലെവലായി കൊടുക്കാം. മോശപ്പെട്ടവനാണ്, എന്നാലും എന്തിനു വിലയുണ്ട്? ബിസ്മിക്ക് ഭയങ്കര വിലയുണ്ട്. അതിൻ്റെ കുട്ടികളും വിടണേ ചെയ്യരുത്. എന്തിനും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാത്തൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പിടിക്കണ്ട, വളരെ ഉഷാറോ, അള്ളാഹു രക്ഷപ്പെടുത്തും. എവിടെയും അവ്വൽ മാ നസല ബിഹി ജിബ്രീൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പഴയ കാലത്ത് ഒരു സാലിയായ മനുഷ്യനെ കൊണ്ടാണ് ആദ്യം ചോറ് കൊടുപ്പിക്കുക, അല്ലേ? പറയേ, ഒരു സാലിയായ മനുഷ്യനെ കൊണ്ടാണ് ആദ്യം ചോറ് കൊടുപ്പിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവനും ബിസ്മിയല്ലോ തഹ്നീക്ക് ചെയ്യും. എന്ത്? കുട്ടിക്ക് വായിലേക്ക് മനസ്സിലായില്ലേ, തേൻ കൊടുക്കും. അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സാലിയായ മനുഷ്യന്റെ കൈ കൊണ്ട് കൊടുക്കും. അയാൾ ഉമിനീര് കൂട്ടും. ആ ഉമിനീരോ എത്രയോ ബിസ്മി വലിയ ഉമിനീരാണത്. ആ ബിസ്മിയാണ് സത്യത്തിൽ ബിസ്മില്ലാ. അത് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മളെ പെണ്ണുങ്ങൾ പുറകോട്ട് പോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 6000 ചില്ലാനം ആയത്തുകൾ ബഹുമാനപ്പെട്ട മുത്തറസൂലുള്ളാഹിക്ക് സയ്യിദുനാ ജിബ്രീൽ ഇറക്കി കൊടുത്തു. അള്ളാഹുവിന്റെ ലോഹിൽ നിന്ന് അള്ളാഹുവിന്റെ സമ്മതപ്രകാരം വന്നിട്ട് ഇറക്കി കൊടുത്തതാണ് 6000 ചില്ലാനം വചനങ്ങൾ. പരിശുദ്ധ മുസഹഫിലുള്ള ഈ വചനങ്ങളെല്ലാം അതിനാദ്യം ഇറക്കി കൊടുത്ത വാക്കാണ് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ അതിന് വില എത്ര ഉണ്ടാവും? ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ പറയുന്നത്, ആയത്തുൻ തളമ്മനത്ത് ജമീഅ അശ്ശറ, സകല ശരീഅത്ത് നിയമവും ഈ ആയത്തിന്റെ ഉള്ളിലുണ്ട്. ഏതായത്തിനുള്ളിൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന്റെ പുറത്തൊരു ശരീഅത്ത് നിയമമല്ല, എല്ലാം ഉണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് നമ്മളൊരു ഷാഫി ഇമാം അല്ലാത്തതുകൊണ്ടാണ്. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ പോലത്തെ ആൾക്ക് എല്ലാം ഉണ്ട്. അത് ഇമാം റാസി തങ്ങൾ പറയാം, 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്. അവർ പറയാം, ആയത്തുൻ തളമ്മനത്ത് ജമീഅ അശ്ശറ, എല്ലാ ശരീഅത്ത് നിയമം അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഉള്ളിലില്ലാത്ത ഒരു ശരീഅത്ത് നിയമമില്ല. അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതിന്റെ വില എത്രവും? ഇത് നമ്മൾ ഞാൻ ഈ ബിസ്മിയെ മനസ്സിലാക്കുന്നത് എൻ്റെ ഉമ്മയിൽ നിന്ന്. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്, അവരെ ഉമ്മയെന്ന് മനസ്സിലാക്കുക. അതായത് എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തും ഒരു പാത്രം ഒരാൾക്ക് എടുത്തു വെച്ചു കൊടുത്തൊരു വർഷം, എന്നിട്ട് അതിന് രണ്ടാമത്തെ പ്ലേറ്റ് വെക്കുകയാണെങ്കിലും ആ പാത്രം വെച്ചപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടാമത്തെ പ്ലേറ്റ് വെച്ചപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാമത്തെ കുടിക്കാനുള്ള വെള്ളം കൊണ്ട് വെച്ചപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് എവിടുന്നാണ് വരുന്നത്? ആ അരി വല്ലത്തിൽ നിന്ന് എടുത്തപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ അരി കഴുകിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ ഉമ്മ ബിസ്മി ചെല്ലാത്ത ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല. അതെവിടുന്ന് പഠിച്ചു? ഉമ്മാൻ്റെ ഉമ്മേനെ പഠിച്ചു. ഏതാണ് ഈ വാക്ക്? ചിന്തിക്കുക. അപ്പൊ ഏത് വാക്കാണ് അവരവിടെ ബഹുമാനിച്ചത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് മുത്ത് റസൂലുള്ളാഹിക്ക് അള്ളാഹു തആല ഇറക്കി കൊടുത്ത ആദ്യത്തെ വാക്കാണ് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിനാണ് ഒരു ബഹുമാനിച്ച്. പിന്നെ അവർക്ക് എന്ത് പ്രശ്നമാണ്? മനസ്സിലായില്ലേ? ചിന്തിക്കണം. ആ ഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് ഈമാൻ ഉണ്ടാവും. കാരണം ഈ അരി വല്ലത്തിനെടുത്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബിസ്മില്ലിട്ടുണ്ട്. മുതൽ കഴുകിയപ്പോൾ ബിസ്മില്ലിട്ടുണ്ട്. അടുപ്പത്തേക്ക് ചൂടാക്കാൻ വേണ്ടി വെള്ളം വെച്ചു, തീ കൊടുക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ പാത്രം വെച്ച ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാത്രത്തിലേക്ക് തണ്ണിയും പാർന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ അരിയിട്ടു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ അത് ഇളക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉപ്പിട്ടു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ഭക്ഷണമാകുമ്പോഴത്തിന് നമ്മളെ ഉമ്മമാർ എത്ര ആയിരം ബിസ്മില്ലും പഴയ കാലത്ത് 100 കണക്കിന് ബിസ്മി ഏതായാലും ചൊല്ലും.
ഒരു ഭക്ഷണത്തിന്. ഞാൻ നോക്കി പരിശോധിച്ച് പറഞ്ഞുതരാം. ഞാൻ എവിടെയോ കിതാബിൽ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത ദിവസം ഒരാളുടെ അമല് അള്ളാഹിൻ്റെ കോടതിയിൽ എത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കളോട് ചോദിക്കുക, അവൻ്റെ ബിസ്മി എത്ര ഉണ്ട് എന്ന് ചോദിക്കുക. സുബ്ഹാനല്ലാഹ്, ഞാൻ കാണിച്ചു തരാം. എവിടെയോ ഞാൻ കിതാബിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം മനസ്സിലായില്ലേ? അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എത്ര ഉണ്ടെന്ന് പരിശോധിച്ചാളി അവൻ്റെ കാര്യം ലെവലായി കൊടുക്കാം. മോശപ്പെട്ടവനാണ്, എന്നാലും എന്തിനു വിലയുണ്ട്? ബിസ്മിക്ക് ഭയങ്കര വിലയുണ്ട്. അതിൻ്റെ കുട്ടികളോ വീട്ടിൽ ചെയ്യരുത്. എന്തിനും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാത്തൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പിടിക്കണ്ട, വളരെ ഉഷാറോ, അള്ളാഹു രക്ഷപ്പെടുത്തും. എവിടെയും അവ്വൽ മാ നസല ബിഹി ജിബ്രീൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. ഈ ആയത്തും കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ്നാ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ഖദീജ ബിബി എന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ ക്ഷീണം മാറി എൻ്റെ ഇടയിൽ ഒന്ന് ഓടി വറക്കയുടെ അടുത്തേക്ക്. വറക്ക അക്കാലത്ത് ഒരു എന്താ പറയുക, വറക്ക ആ കാലത്ത് ജ്ഞാനിയ, കിതാബിൽ ജ്ഞാനിയ. ആര്? വറക്കത്ത് ബിൻ നൗഫൽ. മനസ്സിലായില്ലേ? ഖദീജ ബീവിയുടെ ആങ്ങളയാണ് ആര്? വറക്കത്ത് ബിൻ നൗഫൽ. വലിയ വലിയ വൃദ്ധനുമാണ്. അവരെ അക്കാലത്ത് ജ്ഞാനിയ. അവരെ വീട് കഅബാലയത്തിന്റെ പരിസരത്തല്ല, കുറച്ചപ്പുറത്താണ്. എന്തുകൊണ്ട്? മുശ്രിക്കീങ്ങൾ അവരവിടെ വീടൊക്കെ നമ്മൾക്കില്ല, തിരിഞ്ഞിട്ടില്ല. ഇതിനൊന്നും അവർ കുമ്പിടില്ല. ആര്? വറക്കത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു. വറക്ക വലിയ മഹാനാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അൽഹംദുലില്ലാഹ്. ആളുകൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് മജ്ലിസ് മാറ്റാം. ചെറിയൊരു മജ്ലിസ് ആണ്, പിന്നെ ചൂടില്ലാത്ത സ്ഥലമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കി. ആളുകൾ കൂടുന്നതിനനുസരിച്ച് മജ്ലിസ് മാറ്റാം ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? വറക്കൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ വറക്കയോട് ചോദിച്ചു, വറക്ക റസൂലുള്ളാഹിനോട് ചോദിച്ചു എന്തുണ്ടായത്. റസൂലുള്ളാഹി പറഞ്ഞു, ഒരാളിൻ്റെ അടുത്ത് വന്നു. ആ ആളുടെ വലിപ്പത്തരം പറയാൻ കഴിയില്ല, അത്ര വലിയൊരാൾ. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ആ ആളെ കണ്ട് പേടിച്ചോടി. അപ്പോൾ എന്നെ നിർത്തി. എന്നിട്ട് എന്താ ഉണ്ടായത്? എനിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങിയ ആയത്തുകൾ പറഞ്ഞു. ഫഖാല വറക്ക. അപ്പോൾ വറക്ക പറഞ്ഞു, അബിഷിർ സുമ്മ അബിഷിർ, സന്തോഷഭരിതനാക്. ഫഇന്നി അഷ്ഹദു അന്നകല്ലദി ഇബ്നു മറിയം. ഇങ്ങനെ തന്നെയാണ് ഈസാ നബിക്ക് തുടങ്ങിയത്. ഈസാ നബിക്ക് അല്ലാഹു തആല ആദ്യം അറിയിച്ചു കൊടുത്തത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. വഅന്നക നബിയ്യുൻ മുർസലുൻ, നിങ്ങൾ നബി മുർസലുമായി കഴിഞ്ഞു. ആ വന്ന ആള് മൂസാ നബിക്കും ഈസാ നബിക്കും വന്ന ആൾ തന്നെ. അതായത് ആര്? സയ്യിദുനാ ജിബ്രീൽ. ആദ്യം ഇറക്കി കൊടുത്ത വാക്കാണ് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതായത് നമ്മൾ ചില കാര്യം സാധാരണ നമ്മൾ ഉപയോഗിക്കണം, പക്ഷെ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കില്ല. അതിൻ്റെ വില വലിയതാണ്. കഷ്ടപ്പാടിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ മുൻഗാമികൾ രക്ഷപ്പെട്ട ഒരൊറ്റ കാര്യം ഇതാണ്. നമ്മളെ കുട്ടികൾക്ക് അവരെ മക്കൾ മുഅ്മിനായി ജീവിക്കാനുള്ള കാരണം ഇതാണ്. ഞങ്ങൾ ശരിക്കും ചില സത്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ നിന്നല്ല തുടങ്ങുക, അത് ഇവിടുന്ന് തുടങ്ങും. മനസ്സിലായില്ലേ? ഭർത്താവ് ഭാര്യയുടെ മേൽ കൈവച്ചപ്പോൾ തുടങ്ങിയ വിസ്മയാണ്. ഭർത്താവ് ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെട്ടപ്പോൾ തുടങ്ങിയ വിസ്മയാണ്. വിസ്മില്ലാതെ ഒരു കാര്യം ചെയ്യൂല. പിന്നെ അവർക്ക് ഗർഭം പിടിച്ചു. മനസ്സിലായില്ലേ പറഞ്ഞത്? കുഞ്ഞിനെ അവർ പ്രസവിച്ചു. കുട്ടിയെ ആദ്യമായി തൊട്ടത് ബിസ്മില്ലാ. കുട്ടിക്ക് മുലപ്പാൽ വായിലേക്ക് വെച്ച ആദ്യം കൊടുത്തപ്പോഴും അവസാനം കൊടുത്തപ്പോഴും 2 കൊല്ലം മുലപ്പാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആദ്യം കൊടുത്തത് മുലപ്പാലല്ല, ബിസ്മിയ.
ഈ കുട്ടി അങ്ങനെ നിരീശ്വരവാദിയാകുക? അത്തരം ബോധം ഇന്ന് നമ്മളെ പെണ്ണുങ്ങൾക്ക് ഇല്ല. എന്താണ് ഇല്ലാത്തത്? അടിസ്ഥാനമായി അറിയേണ്ട വിവരങ്ങളെ നമ്മൾ അറിയിച്ചു കൊടുക്കണില്ല. ഒരു വിവരം അവർക്ക് കിട്ടുന്നില്ല. അനാവശ്യമായ കുറേ വിവരമുണ്ട്. എന്നാൽ അടിസ്ഥാന ആവശ്യം, ഇതിന് അടിസ്ഥാന ആവശ്യമാണ്. ബിസ്മിയെ പറ്റി പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം. ഇതിന്നും നാളെ ഞാൻ അതിൻ്റെ ചില മഹത്വങ്ങൾ പറഞ്ഞുതരാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ കുട്ടി നിരീശ്വരവാദിയാവൂല. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒന്നാമത്തെ മുലപ്പാൽ കൊടുക്കൽ മുതൽ അവസാനത്തെ മുലപ്പാൽ കൊടുക്കൽ വരെയും ബിസ്മിയാണ്. പിന്നെ അതിന് ഭക്ഷണം കൊടുക്കാനായി, ഭക്ഷണം കൊടുക്കുമ്പോൾ പഴയ കാലത്ത് ഒരു സ്വാലിയായ മനുഷ്യനെ കൊണ്ടാണ് ആദ്യം ചോറ് കൊടുപ്പിക്കുക, അല്ലേ? പറയേ, ഒരു സ്വാലിയായ മനുഷ്യനെ കൊണ്ടാണ് ആദ്യം ചോറ് കൊടുപ്പിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവരും ബിസ്മിയല്ലോ. തഹ്നീക്ക് ചെയ്യും. എന്ത്? കുട്ടിക്ക് വായിലേക്ക് മനസ്സിലായില്ലേ, തേൻ കൊടുക്കും. അല്ലെങ്കിൽ അതുപോലത്തത് അത് സ്വാലിയായ മനുഷ്യന്റെ കൈ കൊണ്ട് കൊടുക്കും. അയാൾ ഉമിനീര് കൂട്ടും. ആ ഉമിനീരോ എത്രയോ ബിസ്മി വലിയ ഉമിനീരാണത്. അപ്പൊ ആ ബിസ്മിയാണ് സത്യത്തിൽ ബിസ്മില്ലാ. അത് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മളെ പെണ്ണുങ്ങൾ പുറകോട്ടുപോയി. അത്തരം നന്മകൾ ഇന്ന് നമ്മളെ വീടുകളിലില്ല. അത് തിരിച്ചു തന്നെ വേണം. എന്തൊരു ഖൈറ് ചെയ്യുകയാണെങ്കിലും ബിസ്മില്ലാ. എന്ത് ഖൈറ് ഷർറ് ചെയ്യുകയും ചെയ്യരുത്. അഥവാ ഒരാൾക്ക് ചെയ്യുകയാണെങ്കിൽ ബിസ്മില്ലോ ചെയ്യരുത്. കള്ള് കുടിക്കൽ ഹറാമാണ്. കള്ള് കുടിക്കുമ്പോൾ ബിസ്മില്ല കഫറ. ബിസ്മിന്റെ വില എത്ര? എന്താ പറഞ്ഞു? കള്ള് കുടിച്ച കഫറാവില്ല. കള്ള് കുടിക്കുമ്പോൾ ബിസ്മില്ല കഫറ. അപ്പം നിന്നിച്ചു. എന്തിനെ നിന്നിച്ചു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിന്നിച്ചു. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. കള്ളുടിക്കൽ ഹറാമാണ്. കള്ളുടിച്ച കഫറാവില്ല. ബിസ്മില്ല കഫറാവും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അവർക്ക് പറ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അവൻ ഈ ഹാനത്ത് ചെയ്തു. അവൻ നിന്ദിച്ചു പരിശുദ്ധ ബിസ്മിയെ. അവൻ്റെ വില എത്രയാണ്? തല്ല കൊടുത്ത് ചിന്തിക്കണം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ആദ്യം കൊടുത്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ മദ്ഹ് ചെയ്തുകൊണ്ട് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരാൾ ഹബീബായ നബിയോട് ചോദിക്കുകയാണ്, നബിയേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്താണ് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ശ്രദ്ധിക്കണേ. അതിന് ഉസ്മാൻ ബിൻ ആരെങ്കിലും അല്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സഅല അൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ കുറിച്ച് മഹാനായ സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹബീബിനായ നബിയോട് ചോദിച്ചു, എന്താണ് നബിയെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിന്റെ പ്രാധാന്യം എന്താണ്? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ മുസ്തഫ നബി പറഞ്ഞു, ഇസ്മു മിൻ അസ്മാഇല്ലാഹ്, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഇസ്മാണ് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാൻ. മൊത്തം അതിൽ ഇസ്മാണ്. മനസ്സിലായില്ലേ? ഇതിലാകെ കൂടിയത് ബാ, ഒരു ബായ. എന്തില്? ഒരു എക്സ്ട്രാ ഒരു ഹർഫേ ഉള്ളൂ. ഇസ്മ അള്ളാന്റെ ഇസ്മ, അള്ളാന്റെ പേരാ. അർ റഹ്മാൻ അള്ളാന്റെ പേരാ. അർ റഹീം അള്ളാന്റെ പേരാ. അപ്പോ ഒരു സാധനം എക്സ്ട്രാ ഉള്ളൂ. അതെന്താ? ബായോ ബാ ലോകത്തിന്റെ സിറ. മക്സൂറത്തായ ബാ ലോകത്തിന്റെ സിറാണ്. ബി കാന മാക്കാന, ബി യക്കൂനു മായക്കൂനു, ഇതാ ലോകത്തിന്റെ രഹസ്യം. ഇത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ, ഇത് ഖുദ്സി ഹദീസ. അള്ളാഹ് പറയാ, മുസ്തഫ നബി പറയാ, അള്ളാഹു പറഞ്ഞതായി മുസ്തഫ നബി പറയാ. മനസ്സിലായി? ബി കാന മാക്കാന, ഉണ്ടായതൊക്കെ എന്നെ കൊണ്ടുണ്ടായി. ബി യക്കൂനു മായക്കൂനു, ഉണ്ടാകുന്നതൊക്കെ എന്നെ കൊണ്ട് ഉണ്ടാവും. മറക്കരുത്. ഇവിടെ എന്താ അടിസ്ഥാനം? ബ. ഏത് ബ? മക്സൂറത്തായ ബ. അപ്പൊ അത് അള്ളാന്റെ രഹസ്യാണ്. ബി അള്ളാന്റെ രഹസ്യാണ്. പഴയ കാലത്ത് മുസ്ലിമീങ്ങൾ കത്തെഴുതുമ്പോ മുകളിൽ എന്ത് ചെയ്തു? ബി. നമുക്ക് ഓർമ്മയുണ്ടോ? ഇപ്പൊ കമ്പിയില്ല, കത്തില്ല, കമ്പിയില്ല. ഇപ്പഴേ നമുക്ക് ബീനെ മനസ്സിലാണ്.
ബിയോ ലോകത്തിന്റെ രഹസ്യം. ഒരു ഖുദ്സിയായ വാക്കാണ് അള്ളാഹു പറയുക. എന്ത്? ബി കാന മാക്കാന. ബി എന്നെ കൊണ്ടാണ്, കാന ഉണ്ടായത്, മാക്കാന ഉണ്ടായതൊക്കെ. ഒബി യകൂനു മായക്കൂനു. ഒബി എന്നെ കൊണ്ടേ യക്കൂനു ഉണ്ടാകൂ, മായക്കൂനു ഉണ്ടാവുന്ന എല്ലാം. അപ്പൊ ബീക്കാന മാക്കാന ബിയക്കൂനു മായക്കൂനു അതിന്റെ മുഴുവനും ബേസ്മെന്റ് ആണ്. എന്ത്? മക്സൂറത്തായ ബാ അതവിടെ കയറ്റി. ബാക്കിയൊക്കെ ഇസ്മാണേനും. ബിയോ പ്രപഞ്ചത്തിന്റെ രഹസ്യമാണ്. അപ്പൊ ഇതിന് എന്തതിൽ കളയുള്ളത്? മനസ്സിലായില്ലേ പറഞ്ഞത്? ഇത് ലോകത്തിന്റെ രഹസ്യമാണ്. അള്ളാഹുവിന്റെ കുൻ കുൻ എന്ന ഭാഗത്തേക്ക് ഇനി വരാം. അല്ലാഹു തആല ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു ഉദ്ദേശിച്ചാൽ, അവൻ കുൻ എന്ന് ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാവും. ആരെ കൊണ്ടുണ്ടായി? അള്ളാഹിനെ കൊണ്ടുണ്ടായി. അതിന്റെ രഹസ്യം അള്ളാഹ് പറഞ്ഞതാ. ബി ബി ആ രഹസ്യം. ബി കാന മാക്കാന വബി യകൂനു മായകൂൻ. ഇത് രഹസ്യ, ഇത് ലോകത്തിന്റെ രഹസ്യ. അതാണ് ബിസ്. അപ്പൊ ഇനിയിപ്പോ ഇത് എന്താ ഉള്ളത്? ഇതല്ലാതെ ഈ രഹസ്യം ഹബീബായ നബിയോട് ചോദിക്കാണ് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, എന്താണ് നബിയെ ബിസ്മിയുടെ രഹസ്യം? അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന വാക്ക് നിങ്ങൾ ചിന്തിക്കുക. ബഹുമാനപ്പെട്ടവരോട് ഹബീബായ നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ ബൈനഹു വബൈന ഇസ്മില്ലാഹിൽ അക്ബരി ഇല്ലാ കമാ ബൈന സവാദിൽ ഐനി വബയാദിഹ. വമാ ബൈനഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെയും വബൈന ഇസ്മില്ലാഹിൽ അക്ബരി അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഇസ്മിന്റെയും ഇടയിലുള്ള ചേർച്ച, അടുപ്പം, ഇല്ല കമാ ബൈന സവാദിൽ ഐനി വബയാദിഹ കണ്ണിന്റെ വെളുപ്പിന്റെയും കറുപ്പിന്റെയും ഇടയിലുള്ള ചെറുച്ച ബന്ധമാണ്. അത്രയും എടുത്തിട്ടാണ് അല്ലാഹുവിന്റെ ഇസ്മുല്ലാഹിൽ അക്ബറും എന്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനസ്സിലായില്ല? അപ്പൊ ചേർന്ന് കിടക്കാണ്. ചേർക്കേണ്ടവർക്ക് ചേർക്കാൻ കഴിയും, തിരിഞ്ഞിട്ടില്ല. അല്ലാത്തവർക്ക് കൂലിയിട്ടും, അല്ലാത്തവർക്ക് ബിസ്മില്ല കൂലിയിട്ടും. ഒരു കൂട്ടരുണ്ട്, അവർക്ക് ഇത് മതി എന്തും ചെയ്യാനും. കാരണം അല്ലാഹുവിന്റെ ഇസ്മുല്ലാഹിൽ അക്ബർ, അല്ലാഹുവിന്റെ ഇസ്മുൽ അക്ബർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നടക്കാത്തൊരു കാര്യമല്ല. ഈ ഇസ്മുൽ അക്ബറും ബിസ്മിയും തമ്മിലുള്ള ബന്ധം, അടുപ്പം ഏതുപോലെയാണ്? ഹബീബായ നബി ആരോട് പറയാണ്? ആരോട്? സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ബൈനഹു മാ ബൈനഹു വബൈന വമാ ബൈനഹു വബൈന ഇസ്മില്ലാഹിൽ അക്ബരി കമാ ബൈന സവാദിൽ ഐനി വബയാദിഹ മിനൽ ഖുർബി. ഹബീബായ നബി പറയാണ്, സാമീപ്യ ബന്ധം, കണ്ണിന്റെ കൃഷ്ണമണിയും കണ്ണിന്റെ വെളുപ്പും തമ്മിലുള്ള അടുപ്പമാണ് ഇസ്മുൽ അക്ബറും അള്ളാഹിന്റെ ഇസ്മുൽ അക്ബറും പിന്നെ ബിസ്മിയും തമ്മിലുള്ള അടുപ്പം. അത്രയും അടുത്തിട്ടാണ് എന്ന്. അത്രയും വലിയ ബന്ധത്തിലാണ്, അത്രയും വലിയ അടുപ്പത്തിലാണ് ഇത് എന്ന്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ഖവാസുൽ ഇബാദായ ആളുകൾക്ക് എന്ത് മതി? ഖവാസുൽ ഇബാദായ ആളുകൾക്ക് ഹഖ് തആലാക്കുള്ള കുന്നാണ് ഖവാസുൽ ഇബാദിന് ബിസ്മീൻ. മനസ്സിലായില്ല? മഹാന്മാർ രേഖപ്പെടുത്തിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് യാത്ര എവിടെയെങ്കിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? അതായത് ഖവാസുൽ ഇബാദിന് അല്ലാഹു തആലാക്ക് കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, അന്ന് വിചാരിച്ചാൽ ഉണ്ടാവും. ഇതാണ് ഹഖ് തആലയുടെ കുന്നാണ് ഖവാസുൽ ഇബാദിന്റെ ബിസ്മി. അതായത് അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് ബിസ്മി എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാഹു തആലാക്ക് കുൻ, ഇദാ അറാദ അൻ യഖൂല ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഹഖ് തആലയുടെ കുന്നാണ് ഖവാസുൽ ഇബാദ്. മുഹീദ്ദീൻ ശൈഖ് റിഫായി ശൈഖ് പോലത്തെ ആളുകൾക്ക് ബിസ്മി അള്ളാഹിന്റെ കുന്നിന്റെ സ്ഥാനത്താണ്. അവരുടെ ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹിന്റെ ഇതിനോട് കൂടി അവർ അള്ളാഹിന്റെ ഇതിനേതാ അവർക്ക് ബിസ്മി.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അവർക്ക് ഏത് കാര്യം നടപ്പിലാക്കാൻ ഒരു ബിസ്മി മതിയാവും. എന്തുകൊണ്ട്? അള്ളാഹും ഈ ബിസ്മിയും തമ്മിലുള്ള, അള്ളാഹിന്റെ ഇസ്മുൽ അക്ബറും ബിസ്മിയും തമ്മിലുള്ള ബന്ധം കണ്ണിന്റെ കൃഷ്ണമണിയും വെള്ളയും തമ്മിലുള്ള ബന്ധമാണ്. അതിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. മറ്റൊരു വ്യാഖ്യാനമാണ് പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹഖ് തആലയിൽ നിന്നുള്ള കുന്നാണ് ഖവാസുൽ ഇബാദിന് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ മുഹീദ്ദീൻ ശൈഖ്, റിഫായി ശൈഖിനെ പോലത്തെ മഹാന്മാർക്ക് ഒരു ബിസ്മി അല്ലാൽ എന്ത് നടക്കും? ഒരു നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല. അത്രയും വലിയ സ്ഥാനമുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് അവരും അത്രയും വലിയ സ്ഥാനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മും തമ്മിലുള്ളത്. ഇസ്മുല്ലാഹിൽ അക്ബറും അതേപോലെ തന്നെ ബിസ്മിയും തമ്മിൽ അത്രയും വലിയ ബന്ധമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹാ പറയാണ്, ഇമാം ബൈഹഖി തന്റെ ദലായിലിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാല ലി അബി, എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു. ആരാ ഉപ്പ? സിദ്ദീഖുൽ അക്ബർ. ആയിഷ ബീവി പറയാണ്, ആയിഷ ബീവി പറയാണ്, ഖാല ലി അബി, എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, അലാ ഉഅല്ലിമുക ദുആഅൻ അല്ലമനീഹി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്നെ പഠിപ്പിച്ച ഒരു ദുആ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ ആയിഷ എന്ന് സയ്യിദ്ന സിദ്ദീഖുൽ അക്ബർ എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചു. അതായത് ആയിഷ ബീവി പറയാണ്, അപ്പോൾ സിദ്ദീഖുൽ അക്ബർ എന്നെ പഠിപ്പിച്ചു, ഒരു ദുആ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഏതാണ് ദുആ? അല്ലമനീഹി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ആ ദുആ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കാന ഈസ യുഅല്ലിമുഹു ലിൽ ഹവാരിയീൻ, ഈസാ നബി ഈ ദുആ ഹവാരിയീങ്ങൾ പഠിപ്പിച്ചിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമുള്ള എല്ലാ നബിമാർക്കും ഉള്ള മാനദണ്ഡമാണ് വഹീന്റെ അച്ചുതണ്ടാണ് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതന്നെയാണ് റസൂലുള്ളാഹും. സുലൈമാൻ നബിക്ക് മുമ്പ് ബിസ്മില്ലാ ഉണ്ട്, എന്തില്ല? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇല്ല. സുലൈമാൻ നബിയിലൂടെയാണ് ആദ്യമായി ഭൂമിയിൽ എന്ത് വരുന്നത്? മനസ്സിലായില്ലേ? ഇന്നഹു മിൻ സുലൈമാൻ വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മുടെ സൂറത്തിലുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ്ന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിസ്മില്ലാ ഫഇന്ന നൂഹൻ നജാ മിന തൂഫാനി ബിനിസ്ഫി ഹാദിഹിൽ ആയ ഫകൈഫ യൻജുൽ മുഅ്മിനുൽ ലദീ യുവാലിബു അലാ ഹാദിഹിൽ ആയത്തി താമ്മ. ഇമാം റാസി തങ്ങൾ തഫ്സീർ കബീറാണ് വായിക്കുന്നത്. റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണേ. ഫഇന്ന നൂഹൻ നജാ മിന തൂഫാനി ബിനിസ്ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ പകുതി കൊണ്ടാണ് നൂഹ് നബി തൂഫാൻ രക്ഷപ്പെട്ടത്. പകുതിയാണ് എന്ത്? ബിസ്മില്ലാ ബിസ്മില്ലാ. ഫഇന്ന നൂഹൻ, ഇത് റാസിയിലുണ്ട്, തഫ്സീർ കബീറിലുണ്ട് ഈ വാക്ക്. ഫഇന്ന നൂഹൻ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നജാ മിന തൂഫാനി, തൂഫാനിൽ നിന്ന് രക്ഷപ്പെട്ടു. ബിനിസ്ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ പകുതി കൊണ്ട് രക്ഷപ്പെട്ടു. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബിസ്മില്ലാ. വകൈഫ യകൂനുൽ മുഅ്മിൻ അല്ലദീ യുവാലിബു അലാ ഹാദിഹിൽ ആയത്തി താമ്മ. അപ്പോൾ ഈ ആയത്ത് നൂഹ് നബി തൂഫാനിൽ രക്ഷപ്പെട്ട് ബിസ്മില്ല കൊണ്ടാണെങ്കിൽ ഇത് പൂർണ്ണമായി പതിവാക്കുന്ന ഒരു മുഅ്മിന്റെ ദറജ എത്ര ഉണ്ടാവും? ഇമാം റാസി ചോദിക്കാണ്. അത് നമ്മളെ മുൻഗാമികൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഫാക്ട് ഫോഴ്സ് 20 അവർ ഇടൂല. കന്നിനെ ആലയെന്ന് തൊഴുത്തുനിന്ന് ഇറക്കുമ്പോഴത്തേക്കും ബിസ്മിയല്ലും, കന്നിനെ പൂട്ടി കെട്ടുമ്പോൾ ബിസ്മിയല്ലും, വിത്തെടുക്കുമ്പോൾ ബിസ്മിയല്ലും, വിത്തിടുമ്പോൾ ബിസ്മിയല്ലും, തോട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മിയല്ലും. മതി, കുറച്ച് പച്ചിലയും കുറച്ച് കാലിവളവും കൊണ്ട് അവർക്ക് നല്ല വിളവ് കിട്ടി, എന്തും കിട്ടി, ശുദ്ധമായ ഭക്ഷണം കിട്ടി. ഇന്ന് നമ്മൾ കഴിക്കുന്ന അരിയിൽ നമുക്ക് വിശ്വാസമില്ല അല്ലേ? അങ്ങനെ തന്നെയല്ലേ? എത്രയോ രോഗങ്ങൾ അയിമുണ്ടാക്കും. ഇതങ്ങനെയല്ല, ഒന്നുമില്ല. 100 മേനി അവർക്ക് വിളഞ്ഞു. എന്തേ കാരണം? ബിസ്മി ബിസ്മില്ലാ. ഹബീബ റസൂലുള്ളാഹി തങ്ങള്, അതായത് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ് ഹവാരിയങ്ങൾ പഠിപ്പിച്ചിരുന്നത്. ഇപ്പൊ യാസീൻ നമ്മൾ പറയുന്നത് ഹവാരിയങ്ങളെ പറ്റിയാണ്. ബഹുമാനപ്പെട്ട പ്രധാനപ്പെട്ട അഭിപ്രായം അനുസരിച്ച് ബുത്രുസിന്റെ ശിഷ്യനാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. പത്രോസ് ഈസാ നബിയുടെ ആദ്യത്തെ ശിഷ്യനാണ് ആര്? പത്രോസ് റളിയല്ലാഹു അൻഹു. ബുത്രുസ്, അറബിയിൽ ബുത്രുസ് എന്ന് പറയും, മലയാളത്തിൽ പത്രോസ് എന്ന് പറയും. ബുത്രുസ് റളിയല്ലാഹു അൻഹു
ആണ് യാസീനിൽ പറയുന്ന ആ പ്രധാനപ്പെട്ട ആള്, ആ മൂന്നാളിൽ പ്രധാനപ്പെട്ട ആള്. വദരിബിലഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി ഇത് ജാഅൽ മുർസലൂൻ ഇത് അർസൽനാ ഇലൈഹി മുസ്നൈനി, രണ്ടാൾ പറഞ്ഞയച്ചു. പിന്നെ ഫഅസ്സസ്നാ അല്ലേ ബിസാലിസിന് അവിടെ പറഞ്ഞില്ലേ, മൂന്നാമത്തെ ഒരാളിൽ പറഞ്ഞയച്ചു. ആ ആള് ഈ മൂന്നാളും അന്താക്കിയ ഗ്രാമത്തിലേക്ക് പോയി. ഈ മൂന്നാളിൽ നേതാവാണ് ആര്? ബുത്റസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഗ്രാമത്തിൽ പോയിട്ട് ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്തെ ആട് മേക്കുന്നുണ്ട് ഹബീബ് നജ്ജാർ. അപ്പൊ ഹബീബ് നജ്ജാറിനോട് ചോദിച്ചു, പിന്നെ ഗ്രാമത്തിൽ പ്രവേശിക്കാനുള്ള പട്ടണത്തിൽ പ്രവേശിക്കാനുള്ള വഴി. അപ്പൊ ഇവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാ പോണത്? ഞങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ പോവാണ്. ഈ മൂന്നാൾ പറഞ്ഞു. അപ്പൊ ഹബീബ് നജ്ജാർ ചോദിച്ചു റളിയല്ലാഹു അൻഹു, അതിനെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ പോവാൻ. അന്ന് ഇദ്ദേഹം മുശ്രിക്കാണ് ഹബീബ് നജ്ജാർ. അദ്ദേഹത്തിന്റെ പണി എന്താ? കാന സ്വാനിഅ സ്വനമിൻ, ബിംബത്തിനുണ്ടാക്കുന്ന ആളായിരുന്നു. ബിംബം, വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അന്താക്കിയ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരാളായിരുന്നു ആര്? യാസീനിൽ പറഞ്ഞ മഹാനായ ഹബീബ് നജ്ജാർ. മനസ്സിലായില്ലേ? ആ ഹബീബ് നജ്ജാറിനെ ആ ഗ്രാമവാസികൾ കൊലപ്പെടുത്തിയതിന്റെ കാരണത്താലാണ് ആ ഗ്രാമം മുഴുവനും അല്ലാഹു തആല വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. ഒരു പട്ടാളൊന്നും ഞാൻ ഇറക്കിയില്ല. ഇൻകാനത്ത് ഇല്ലാ സിഹത്തൻ വാഹിദ, ഒരു അട്ടഹാസം ഉണ്ടായി. സയ്യിദ്നാ ജിബ്രീൽ ആ ഗ്രാമത്തിന് മേൽ അട്ടഹസിച്ചു. ഫിദാഹും ഖാമിദൂൻ, അവർ കെട്ടടങ്ങിയ വെണ്ണീർ പോലെയായി. ഹബീബ് നജ്ജാറിനെ കൊന്നതിന്റെ ശിക്ഷ. ഹബീബ് നജ്ജാറോ തലേന്ന് വരെ ബിംബത്തിനുണ്ടാക്കുന്ന ആശാരിയാണ്, വിഗ്രഹത്തിന്റെ സംവിധായകനാണ്. ആ ആളടുത്തേക്കാണ് ഇവർ മൂന്നാൾ ചെന്നത്. അതിൽ നേതാവാണ് ബുത്റസ്. ബുത്റസ് എന്തോ ഒന്ന് ചൊല്ലി. കാരണം അപ്പൊ നിങ്ങൾ ആരാ? അള്ളാഹിലേക്ക് ക്ഷണിക്കാം. നിങ്ങൾ ആരാ? നിങ്ങൾ അള്ളാന്റെ ആളുകളായിട്ടാണോ? അതെ, ഞങ്ങൾ അള്ളാന്റെ ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് അള്ളാന്റെ ആളാന്നുള്ള തെളിവെന്ത? ഞങ്ങൾ ഏത് രോഗം മാറ്റും, അതന്നെ തെളിവ്. അപ്പോൾ കൂട്ടിക്കൊണ്ടുപോയി. ജനിച്ചിട്ട് ഒരിക്കൽ പോലും മര്യാദക്കൊന്നും എണീറ്റിരിക്കാത്ത ഒരു കുട്ടിന്റെ ഹബീബ് നജ്ജാറിന്റെ മകൻ, അനങ്ങാൻ വയ്യാത്ത കുട്ടിയാണ്, യുവാവായിട്ടുണ്ട്. ഈ കുട്ടിയുടെ എല്ലാ കാര്യം ബാപ്പയും ഉമ്മയും തന്നെ നിർവഹിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഹബീബ് നജ്ജാർ ഈ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഇത് അനങ്ങാൻ കഴിയാത്ത കുട്ടിയാണ്, ഞങ്ങൾ സുഖപ്പെടുത്തി. അപ്പോൾ തല മുതൽ മൂർത്താവ് മുതൽ കാല് വരെ എന്തോ ചൊല്ലി, തടവി, എണീറ്റു, ഇരുന്നു. ഇതുവരെ മിണ്ടാത്ത കുട്ടി ബാപ്പാനും ഉമ്മാനും വിളിച്ചു. കുടുംബത്തിന് സന്തോഷമായി. അപ്പൊ കൂലി തരാന്ന് പറഞ്ഞു. കൂലി വേണ്ട, നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ചാളിന്ന് പറഞ്ഞു. അപ്പൊ ആ കുടുംബം മുഴുവനും അഷ്ഹദു അല്ലാ ഇലാഹ ഈസ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ ഈസാ നബിയാണ്, അള്ളാഹു ഏകനാണ്, അവർ സമ്മതിച്ചു. എന്നിട്ട് അവർ അന്താക്കിയ പട്ടണത്തിലേക്ക് പോയി. അവർ പറഞ്ഞു, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞാനും വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അവർ പട്ടണത്തിൽ ചെന്നപ്പോൾ പട്ടണവാസികൾ ഇവരെ വളഞ്ഞു. ഈ വിവരം അറിഞ്ഞപ്പോഴത്തേനും ഹബീബ് നജ്ജാർ ഓടി വരുന്നതാണ്. പിന്നെ യാസീൻ പറയുന്നത്, ഒരു കൂലിക്ക് നടക്കണവരല്ല, അവർ ഹിദായത്തുള്ളവരാണ്. ജനങ്ങൾ ഹിദായത്തിലാക്കാൻ നടക്കാണ്. മനുഷ്യന്മാരെ നിങ്ങൾ ആരും അവരൊന്നും ചെയ്യരുതേ. അപ്പോൾ അവരെന്ത് ചെയ്തു? ഹബീബ് നജ്ജാറിനെ കല്ലുകൾ കൊണ്ട് എറിഞ്ഞു, ചവിട്ടി. ഹബീബ് നജ്ജാർ തന്റെ ഉദരമടക്കം പുറത്തേക്ക് ചാടി മരിച്ചു. മനസ്സിലായില്ലേ? മരിച്ചിട്ടും വയല് പറഞ്ഞ ഒരാളുള്ളൂ എന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. മരിച്ചിട്ടും ഒരാൾ വയല് പറഞ്ഞിട്ടുണ്ട്. അത് സാഹിബ് യാസീൻ പറഞ്ഞ ആളാണ്. പിന്നെ അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് പറയാണ്, എന്ത്? ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മുകറമീൻ. എന്തോന്ന് ചൊല്ലിത്തടവി. അതിൻ്റെ ഒരു വാക്യപ്പി പറയുന്നത് എന്ത്? കാന ഈസ യുഅല്ലിമു ലിൽ ഹവാരിയീൻ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഈസാ നബി ശിഷ്യന്മാർക്ക് എന്ത് പഠിപ്പിച്ചിരുന്നു? ബിസ്മില്ലാഹ്. അതുകൊണ്ടെല്ലാം നടന്നു. ഇപ്പൊ കേരളത്തിൽ വന്ന എന്താ പറയുക, ഹവാരിയങ്ങളിൽ പെട്ട ഒരാളാണ് ആര്? തോമാസ്. മിനൽ ഹവാരിയീൻ, ഹവാരിയങ്ങളിൽപ്പെട്ട ആളാണ് തോമാസ്, സെയിന്റ് തോമാസ്. പിൽക്കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർക്ക് ശേഷം വന്ന ക്രിസ്ത്യാനികളല്ലാത്ത അടിസ്ഥാന ക്രിസ്ത്യാനികളെ സെയിന്റ് തോമസ് ക്രിസ്ത്യാനികൾ എന്ന് പറയും. AD 52 അദ്ദേഹം വന്നു. AD 52. AD 72 മൈലാപ്പൂരിൽ മരിച്ചു.
ജനങ്ങളിൽ വലിയൊരു ശതമാനം ക്രിസ്ത്യാനികളായി. എന്താ കാരണം? ഇതന്നെ രോഗം മാറ്റിയപ്പോഴത്തെ അത്ഭുത വിദ്യകൾ. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവർക്ക് പഠിപ്പിക്കാനുള്ളൊരു കാരണം ഉണ്ടാവും. എന്ത്? അവർക്കൊരു ഒരു സാധനം വേണം. ശത്രുക്കളാണ് 4 ഭാഗം. അതുകൊണ്ട് അവർക്ക് ലക്ഷ്യം ഉണ്ടാവും. ജനങ്ങളെ നേരിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അവർക്കൊരു അടയാളം വേണം. ഈ അടയാളമാണ് എന്ത്? എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഞാൻ പറയല്ല, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ദുറുൽ മൻസൂറിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്, എന്റെ വകയല്ല. ഇതാര് പറയാണ്? സിദ്ദീഖുൽ അക്ബർ പറയാണ് ആയിഷ ബിബിയോട്, കാന ഈസ യുഅല്ലിമുൽ ഹവാരിയീൻ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവര് ഇത് തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചിരുന്നു.